PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് 10ാം ക്ലാസ്സിന്റെ മാത്സ് ആണ് എടുക്കുന്നത്. പ്രോബബിലിറ്റിനെ കുറിച്ചാണ് അല്ലെ. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം. അതിലെ പേജ് നമ്പർ 72 ആണ്. പേജ് നമ്പർ 72 നമ്മൾ ജോമെട്രിയിൽ തുടങ്ങി അല്ലെ. നമ്മൾ നമ്പേഴ്സ് കഴിഞ്ഞു, ഇപ്പൊ ജോമെട്രിയിലായി. അപ്പൊ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു റെക്ടാങ്കിൾ ആണ് കേട്ടോ. ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ റെക്ടാങ്കിളില് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചോദ്യം ഇവിടെ നോക്കാം. ഇഫ് യു ഷട്ട് യുവർ ഐസ്, ഒരു റെക്ടാങ്കിൾ തന്നിട്ട് സെയിം ബേസ് കേട്ടോ. ഈ ബേസിൽ നിന്ന് ഇവിടെ ഒരു ട്രയാങ്കിൾ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോ ദിസ് വൺ ഇസ് റെഡ് കളറിലാണ് ഈ ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് റെഡ് കളറിൽ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ചോദ്യം ഇതാണ്, ഇഫ് യു ഷട്ട് യുവർ ഐസ് ആൻഡ് പുട്ട് എ ഡോട്ട് ഇൻ ദിസ് റെക്ടാങ്കിൾ. കണ്ണടച്ചിട്ട് ഇതിലൊരു കുത്തിടാനുള്ളൂ. നോക്കിയിട്ട് കുത്തിടാൻ നമുക്ക് എവിടെ വേണമെങ്കിലും ഇടാം. കണ്ണടച്ചിട്ട് നിങ്ങൾ ഒരു കുത്തിട്ടാൽ ആ കുത്ത് put a dot in this rectangle, what is the probability that it would be within the red triangle? ഈ റെഡ് ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരാനുള്ള സാധ്യത എത്രയാണ്? മലയാളം മീഡിയത്തിലെ ചോദ്യം ഇതാണ്. ഒരു കട്ടിയുള്ള കടലാസിൽ ഒരു ചതുരം വെട്ടിയെടുത്തിട്ട് അതിന്റെ ഒരു വശത്ത് ഇതിന്റെ മധ്യബിന്ദുവും എതിർവശത്തിന്റെ മൂലകളും, ഇതിന്റെ മിഡ് പോയിന്റ് ആണ് കേട്ടോ മുകളില്. അതിന്റെ എതിർവശത്തെ മൂലകളും ചേർത്തിട്ട് ഒരു ത്രികോണം വരയ്ക്കാൻ. എന്നിട്ട് ഈ ചതുരത്തിനെ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അതിന് ചുവന്ന ത്രികോണത്തിൽ അകത്താകാനുള്ള സാധ്യത എത്രയാണ്? ഇതാണ് ചോദ്യം. ഈ ചുവന്ന ത്രികോണത്തിന് ഇതാണ് കേട്ടോ. ഇത് റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ റെഡ് കളറിലെ ട്രയാങ്കിളിന്റെ ഉള്ളിലാണ് ഇവിടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇസ് ദ മിഡ് പോയിന്റ് ആണ് കേട്ടോ. ഇപ്പോ ABCD അതിന്റെ മിഡ് പോയിന്റ് ആണ് ഇത്. ശരിയോ? ഇനി അതിന്റെ സാധ്യത കാണണമെങ്കിൽ നമ്മൾ എന്താ, നമ്മളോട് ഏത് ഇവന്റ് ആണോ ചോദിച്ചേക്കണേ ട്രയാങ്കിളിന്റെ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്പേഴ്സ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഏത് ഫിഗറാ തരണമെങ്കിൽ ആ ഫിഗറിന്റെ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിഗർ, ഉള്ളിലുള്ള ഫിഗറിന്റെ ഡിവൈഡ് ബൈ. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ചെറുതിന്റെ ഏരിയ കാണും. ദാറ്റ് ഇസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് AB ഇൻറ്റു H അല്ലെ. ഈ ABക്ക് നമ്മൾ B ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക, ഹാഫ് B ഇൻറ്റു H, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഇതെന്താണല്ലേ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് B ഇൻറ്റു H. കിട്ടിയല്ലായിരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതാം, ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ വരാം, റെക്ടാങ്കിളിന്റെ ഏരിയ L ഇൻറ്റു B. എന്താ വരാം, L ഇൻറ്റു B. റെക്ടാങ്കിളിന്റെ ഏരിയ, ചതുരത്തിന്റെ പരപ്പളവ്. ആദ്യം എഴുതേണ്ടത് ത്രികോണത്തിന്റെ പരപ്പളവ് ഹാഫ് B ഇൻറ്റു H ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതാൻ എല്ലാവരും എന്താ എഴുതേണ്ടത്, ചതുരത്തിന്റെ പരപ്പളവ്. റെക്ടാങ്കിളിന്റെ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു L ഇൻറ്റു B. അതിൽ L എന്ന് പറഞ്ഞാൽ ഇവിടെ L എന്ന് പറയുന്നത് എന്താണ്, B അല്ലേ. അല്ലെ, ഇവിടെ L എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഇവിടെ B ആണ്. ഇനി B എന്ന് പറയുന്നത് ഇത് L-ഉം ഇത് B-യും ആണ്. ഈ L എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, B ആണ്. ഇവിടുത്തെ B എന്ന് പറയുന്നത് എന്താണ്, H ആണ് അല്ലെ. അപ്പൊ B ഇൻറ്റു H. റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ്, B. നമ്മൾ ഒരേ വാരിയബിൾസിലേക്ക് ആക്കിയാലാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ പറയുമ്പോൾ നമ്മൾ പറയും ഹാഫ് B ഇൻറ്റു H എന്ന് പറയും. ഇതിന് B എന്ന് കൊടുക്കും, ഇത് H കൊടുക്കും. പക്ഷെ റെക്ടാങ്കിളിന്റെ ഏരിയ നമ്മൾ L ഇൻറ്റു B എന്നാണ് പറയാം. L ഇൻറ്റു B എന്ന് പറഞ്ഞാൽ ഈ L എന്ന് പറയുന്നതാണ്, ലെങ്ത് എന്ന് പറയുന്നതാണ് ഈ ട്രയാങ്കിളിന്റെ B ബേസ് അല്ലെ. ഇവിടുത്തെ B എന്ന് പറയുന്നത് AB അല്ലേ. അത് തന്നെയല്ലേ റെക്ടാങ്കിളിന്റെ ABCDയില് AB എന്ന് പറയുന്നതാണ് L. അപ്പൊ നമ്മള് Lന്റെ അവിടെ B എഴുതി, പിന്നെ B അവിടെ നമ്മള് ഈ B എന്ന് പറയുന്ന ഈ നീളം തന്നെയാണ് ഇവിടുത്തെ H. അപ്പൊ B ഇൻറ്റു H. രണ്ട് സ്റ്റെപ്പ് കിട്ടിയോ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ എഴുതാം, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ്. എല്ലാവരും എഴുതി കിട്ടിയില്ലേ. ABCD ഇവിടെ ഈ കൊടുക്കുകയാണെങ്കിൽ ത്രികോണം ABEയുടെ പരപ്പളവ്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABE ഹാഫ് B ഇൻറ്റു H. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ABCD B ഇൻറ്റു H. അടുത്ത സ്റ്റെപ്പ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി കാണാൻ എന്താ ചെയ്യാം, ട്രയാങ്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ റെക്ടാങ്കിളിന്റെ ഏരിയ. അപ്പൊ B ഇൻറ്റു H B ഇൻറ്റു H വെട്ടിപ്പോയി. അപ്പൊ പ്രോബബിലിറ്റി എത്ര കിട്ടി, ഹാഫ്.
സാധ്യത എത്ര കിട്ടി? സാധ്യത 1/2. അടുത്തത് നമുക്ക് ടെക്സ്റ്റൈൽ പ്രോബ്ലംസ് ആണ്. പേജ് നമ്പർ 72 പ്രോബ്ലംസ് തുടങ്ങാം. First question, in each pair below, the explanation of the green part is given. Calculate in each the probability at dot without looking to be within the green part, to be within the എല്ലാ കളർ കേട്ടോ. ഇവിടെ എത്ര എണ്ണം? 1 2 3 4 5 എണ്ണം. അതിൽ 5 എണ്ണത്തിലും ഉള്ളിലത്തെ ഫിഗർ പച്ച കളർ കൊടുത്തിരിക്കുകയാണ്. ആ പച്ച കളർ കിട്ടാനുള്ള സാധ്യതയാണ്. മലയാളത്തിന്റെ ചോദ്യം വായിക്കാൻ. ചുവടെയുള്ള ഓരോ ചിത്രത്തിലും പച്ച നിറമുള്ള ഭാഗത്തിന്റെ വിശദീകരണം പറഞ്ഞിട്ട് ഉള്ളത്. പച്ച നിറത്തിന്റെയാണ് തന്നിരിക്കുന്നത്. ചിത്രത്തിൽ കണ്ണടച്ചിൽ കുത്തിട്ടാൽ പച്ച ഭാഗത്തുള്ള സാധ്യത കണക്കാക്കാനായിട്ട്, പച്ച ഭാഗത്ത് വരാനുള്ള സാധ്യത എത്രയാണ്? അപ്പൊ ഫസ്റ്റ് ഫിഗർ നോക്കാം. ഒരു സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. സ്ക്വയർ ഗോൺ ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ബിഗ് സ്ക്വയർ. ഒരു വലിയ സ്ക്വയർ. എന്നിട്ട് ഇതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യും. മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചിട്ട് ഒരു സ്ക്വയർ ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആദ്യം ABCD. ഇതാണ് ബിഗ് സ്ക്വയർ. അടുത്ത് നമുക്ക് കൊടുക്കാം PQRS. ഏത് ആൽഫബറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ വെറുതെ ഒരു പേര് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിന് പേരൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഒരു ചെറിയ സ്ക്വയർ നമുക്ക് കിട്ടി PQRS, വലിയ സ്ക്വയർ കിട്ടി ABCD. ഇനി നമ്മൾ കണ്ണടച്ചൊരു കുത്തിട്ടാൽ എന്ത് വരാനുള്ള സാധ്യത? പച്ച കളർ. പച്ച കളർ എന്ന് പറയുന്നത് ഈ ഉള്ളിട്ടാണ് കേട്ടോ. ഗ്രീൻ കളർ കിട്ടാനുള്ള സാധ്യത, ഗ്രീൻ കളറിലേക്ക് വീഴാനുള്ള സാധ്യത എത്രയാണ്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെറുതിന്റെ ഏരിയ കാണണം. ഡിവൈഡഡ് ബൈ വലുതിന്റെ ഏരിയ. അങ്ങനെ നമ്മൾ ചെയ്യാം. അപ്പോ ചെറുതിന്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ചെറുതിനെ കൊടുക്കാം, അല്ലെങ്കിൽ വലുതിന്. ഇപ്പൊ നമ്മൾ വലിയ വശം AB എന്ന് പറഞ്ഞാൽ A കൊടുക്കുകയാണെങ്കിൽ ചെറുതിന്റെ വശം എത്രയായിരിക്കും നോക്കാം. ഏരിയ കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയില്ലേ? ഇതിൽ കുറെ ഫോർമുലാസ് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് സൈഡിൽ എഴുതി വെക്കാം. ഇത് ഞാൻ പറഞ്ഞത് ഒരു പേജിന് അവസാനം എടുത്ത് എഴുതണം. ഒന്നില്ലെങ്കിൽ പാഠത്തിന്റെ ഫസ്റ്റ് പേജിൽ എല്ലാം കൂടി എഴുതി വെക്കാം, ഫോർമുലാസ് എല്ലാം അവസാനം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ സമചതുരത്തിന്റെ പരപ്പളവ് എഴുതി വെക്കാം എല്ലാവരും. എന്താ? ഏരിയ ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ അല്ലെ? അപ്പൊ നമ്മള് ഈ സമചതുരത്തിന്റെ വശം A കൊടുക്കുകയാണെങ്കിൽ വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ സ്ക്വയർ ABCD എത്രയാണ്? A സ്ക്വയർ. അത് കിട്ടിയ എല്ലാവർക്കും. ABCD സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? A സ്ക്വയർ. പക്ഷെ അതല്ല നമുക്ക് ആദ്യം കാണുന്നത്, ചെറുതാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഇനി ചെറുത് കാണാം. നമ്മള് ചെറുത് കാണണമെങ്കിൽ അതിന്റെ ഒരു സൈഡ് നമുക്ക് തോന്നിയ നമ്പർ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ A കൊടുത്തിരിക്കണമെങ്കിൽ ഇനി ഇവിടെ വന്ന് B കൊടുക്കാൻ പറ്റില്ല. ഒരെണ്ണത്തിലേക്ക് കൊടുത്താലേ വെട്ടിക്കളയാൻ പറ്റുള്ളൂ. ഒരു വാരിയബിളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഇത് A ആണെങ്കിൽ ഇതിന്റെ ഈ സൈഡ് എത്രയായിരിക്കും? ഒരു സൈഡ് കിട്ടിയാൽ പോലെ. അതിന് നമ്മൾ ആദ്യം നോക്കാം. ഇത് ഫുൾ A ആണെങ്കിൽ ഇത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് ഹാഫ് A ആണോ? AB എന്ന് പറഞ്ഞാൽ A ആണെങ്കിൽ AQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് AB, ABയുടെ പകുതി. അപ്പൊ A ആണെങ്കിൽ ഇത് ഹാഫ് A. അതുപോലെ തന്നെ ഇതിന്റെ പകുതിയാണ് ഇത്. അപ്പൊ ഇവിടെയും എത്രയാണ്? ഹാഫ് A. അപ്പൊ ദിസ് സൈഡ് എത്രയാ? PQ. PQ is equal to പൈതഗോറസ് തിയറം ആണ്. ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇത് റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ പൈതഗോറസ് തിയറം വെച്ച് ചെയ്യാം. ഹാഫ് A സ്ക്വയർ, ഹാഫ് A യുടെ സ്ക്വയർ പ്ലസ് ഹാഫ് A യുടെ സ്ക്വയർ. ഹാഫ് ന്റെ സ്ക്വയർ എത്രയാ? ഹാഫ് ന്റെ സ്ക്വയർ 1/4 A സ്ക്വയർ പ്ലസ് ഇവിടെ ഹാഫ് ന്റെ സ്ക്വയർ 1/4 A സ്ക്വയർ. കിട്ടിയില്ലേ? PQ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട് ആണ് അല്ലെ? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു PQ. അപ്പോ 1/4 പ്ലസ് 1/4 എത്ര കിട്ടി? 1/4 1/4 ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ എത്ര കിട്ടി? 2/4 കിട്ടിയില്ലേ? 1/4 1/4 കൂടി കൂട്ടിയാൽ എത്ര കിട്ടി? 2/4. അപ്പൊ ഇത് വെട്ടിക്കളഞ്ഞ എത്ര കിട്ടി? 1/2. ഇനി A സ്ക്വയർ പ്ലസ് A സ്ക്വയർ 2A സ്ക്വയർ ആണ് അല്ലെ? 2A സ്ക്വയർ ആണ് കിട്ടിയത്. അപ്പോ ഇവിടെ എന്താ കിട്ടുന്നത്?
റൂട്ട് 2 കിട്ടുന്നുണ്ട് അല്ലേ. നമുക്ക് അതിന്റെ വശം കിട്ടി. നമുക്ക് എത്ര വശം കിട്ടുന്നത് ഇവിടെ? 2a. ഇവിടെ 2 കൂടി കൂട്ടുമ്പോ എത്രയാണ്? 1/4a² 1/4a² കൂടി കൂട്ടിയാൽ 1/4 പുറത്തെടുക്കാം. അപ്പൊ a² + a² അല്ലെ. രണ്ടിലും ഉണ്ട്. നമുക്ക് 1/4a² 1/4a² കൂടി കൂട്ടുമ്പോ നമുക്ക് കിട്ടുന്നത് ഇവിടെ എത്ര കിട്ടും? 2/4a². 2/4 a² റൂട്ട് പോയി എത്രയാണ്? a ആണ്. അപ്പൊ ഇവിടെ എത്ര കിട്ടുന്നത്? ഇത് വെട്ടിപ്പോയി. 2/4 എന്ന് പറയുമ്പോ എത്ര കിട്ടി? 1/2 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ സൈഡ് കിട്ടി. എത്രയാണ്? a²/2 എന്ന് പറഞ്ഞാൽ സൈഡ് എത്ര കിട്ടും? അതിന്റെ റൂട്ട് കാണണ്ടേ? റൂട്ട് കാണുമ്പോ എത്ര കിട്ടി? a²ന് a/√2. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സൈഡ് കിട്ടി. അതിന്റെ എന്താണ്? a/√2 കുട്ടി ഇപ്പൊ കിട്ടി എല്ലാവർക്കും? a/√2 കിട്ടി. ഇനി a/√2 ആണ് സൈഡ് എങ്കിൽ നമ്മൾ എങ്ങനെയാ കാണാം? 4 വശം അല്ലേ. അപ്പൊ ഏരിയ കാണാൻ സ്ക്വയർ അല്ലേ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ PQRS എത്രയായിരിക്കും? സൈഡ് ഇൻറ്റു സൈഡ് എന്ന് a/√2 സ്ക്വയർ. a/√2 സ്ക്വയർ എത്രയാ? a² √2 സ്ക്വയർ. √2 ഇൻറ്റു √2 √4 എന്ന് പറയുമ്പോ 2 ആണ്. a²/2 ആണ്. ഇനി പ്രോബബിലിറ്റി. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടു, പിന്നെ ഇതിന്റെ ഏരിയ കണ്ടു. ചെറിയ ട്രയാങ്കിൾ, ചെറിയ സ്ക്വയറിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ വലുതിന്റെ ഏരിയ. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ചെറുതിന്റെ ഏരിയ എത്രയാണ്? a²/2 ഡിവൈഡഡ് ബൈ a². a² വെട്ടിപ്പോയി. ബാക്കി ഇവിടെ എത്രയുള്ളത്? 1/2. അപ്പൊ പ്രോബബിലിറ്റി എത്രയാണുള്ളത്? ഇതിന്റെ പ്രോബബിലിറ്റി സാധ്യത 1/2 ആണ്. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു സർക്കിളിന്റെ ഉള്ളിലാണ് ഒരു സ്ക്വയർ കേട്ടോ. ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഒരു സ്ക്വയർ തന്നിരിക്കാണ്. അതിൽ ഈ സ്ക്വയറിന്റെ സൈഡ് 2 സെന്റിമീറ്റർ ആണ്. എ സ്ക്വയർ വിത്ത് ഓൾ ദ വെർട്ടിസസ് ഓൺ ദ സർക്കിൾ. സർക്കിളിലാണ് എല്ലാ വെർട്ടിസസും എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ ആദ്യം കാണാം അല്ലെ. പേര് കൊടുക്കാണ് ABCD. ABCD എന്ന് പറഞ്ഞ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? എളുപ്പമല്ലത്. ABCD എന്ന് പറഞ്ഞ സമചതുരത്തിന്റെ പരപ്പളവ് അങ്ങനെ എഴുതാനായിട്ടുള്ളത് എത്രയാണ്? 2 ആണ് ഒരു സൈഡെങ്കിൽ 2 സ്ക്വയർ. സോ ഇറ്റ് ഈസ് 4 സെന്റിമീറ്റർ സ്ക്വയർ. കിട്ടിയില്ലേ? അപ്പൊ അടുത്തത് ചോദിച്ചു പിന്നെ എന്താണ്? വലുതിന്റെ ഏരിയ കാണാം. വലുതിന്റെ ഏരിയ ഇവിടെ വലുത് ഏതാ? സർക്കിൾ ആണ്. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല പഠിച്ചു എല്ലാവരും. a² ആണ്. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? πr². അതിന് r കിട്ടണം കേട്ടോ. നമുക്ക് r കിട്ടണമെങ്കിൽ എന്താ ചെയ്യാം? r എന്ന് പറഞ്ഞാൽ ഇതാണ് ഡയമീറ്റർ. ഡയമീറ്ററിന്റെ പകുതിയല്ലേ. അപ്പോ ഡയമീറ്റർ കാണാൻ AC കാണാൻ നമ്മൾ വീണ്ടും പൈതഗോറസ് തിയറം വെച്ച് ഇത് 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇത് 2 അല്ലേ. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ റൂട്ട് കണ്ടാൽ മതി. 2 സ്ക്വയർ എത്രയാ? 4 പ്ലസ് 2 സ്ക്വയർ 4 ഈസ് ഈക്വൽ ടു √8 ആണ്. √8 നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ അറിയാം. √8 വരുമ്പോ എത്രയാണ്? എത്രയാ? 2 1 എടുത്തു ചെയ്തു. അപ്പൊ എത്രയാണ്? 2√2. നോക്കാം ഇവിടെ 2 ഒരു 2 പുറത്തെടുത്തു. ബാക്കി ഒരു 2 റൂട്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ √8 എന്ന് പറഞ്ഞാൽ ചെറുതാക്കി നമ്മൾ എത്രയാക്കിയത്? 2√2 ആക്കി. കിട്ടിയില്ലേ? അത് ഡയമീറ്റർ ആണ് 2√2. അപ്പൊ r എത്രയായിരിക്കും? റേഡിയസ്. നമുക്കിവിടെ r ആണ് വേണ്ടത് അല്ലെ. പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ കണ്ടത് ഇതിന്റെ ഡയമീറ്റർ. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എഴുതുന്നത് ഡയമീറ്റർ AC ആണ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 2√2. ഈ 2√2 d ആണ് കേട്ടോ. ഡയമീറ്റർ ആണ് 2√2. സോ r എത്രയാണ്? 2√2/2. വെട്ടിപ്പോയില്ലേ? അപ്പൊ എത്ര കിട്ടി? √2 ആണ്.
ആർ എന്ന് പറഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? √2. അപ്പൊ പൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2ന്റെ സ്ക്വയർ എത്ര കിട്ടി? √2ന്റെ സ്ക്വയർ എത്രയാ? 2. അപ്പോ 2 പൈ. ഇതില്ലേ? അപ്പൊ രണ്ട് ഏരിയയും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ആദ്യം തന്നെ സമചതുരത്തിന്റെ ഏരിയ ഓഫ് ദ സ്ക്വയർ ABCD നമുക്ക് കിട്ടി. 4 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ എത്ര കിട്ടി നമുക്ക്? 2 പൈ ആണ് കിട്ടിയത് അല്ലെ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഡിവിഷൻ ചെയ്യണം അല്ലെ? അടുത്ത സ്റ്റെപ്പ് എല്ലാവർക്കും കിട്ടില്ല? മറ്റൊരു ഇവിടെ വന്ന് ABCDയുടെ ഏരിയ ആദ്യം കണ്ടു. പിന്നെ നമ്മൾ എന്താ കണ്ടത്? റെക്ടാംഗിൾ സ്ക്വയർ ആണ്. ABCയുടെ ഏരിയ 2ന്റെ സ്ക്വയർ 4 സെന്റിമീറ്റർ. ദെൻ ഏരിയ ഓഫ് ദ സർക്കിൾ ഔട്ടർ ഫിഗർ ആണ്, സർക്കിൾ ആണ്, അത് പൈ ആർ സ്ക്വയർ ആണ്. അതിനാണ് നമ്മൾ ആദ്യം ആർ കണ്ടുപിടിച്ചു. ആർ കണ്ടുപിടിക്കാൻ നമ്മൾ ഡി ആണ് ആദ്യം കണ്ടുപിടിച്ചത് കേട്ടോ. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് നമുക്ക് കിട്ടി 2√2. കർണം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ ആണ്. അപ്പൊ കർണം നമുക്ക് കിട്ടി 2√2 എന്ന് പറഞ്ഞാൽ ഡി 2 ആണ്. കർണം എന്ന് പറയുന്നത് ഇതിന്റെ ഡയമീറ്റർ, ഈ സർക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡയമീറ്റർ ആണ് അല്ലെ? അപ്പൊ ഈ ഡയമീറ്റർ 2√2 ആണെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ √2. അപ്പൊ നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് കിട്ടി ഇവിടെ എന്താണ്? ആർ നമ്മൾ കണ്ടുപിടിച്ചു. ആർ കണ്ടുപിടിച്ചാൽ അതിന്റെ ഏരിയ, സർക്കിളിന്റെ ഏരിയ 2 പൈ കിട്ടിയില്ലായിരിക്കും. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബീങ് ഇൻ ദ ഗ്രീൻ കളർ. ഈ പച്ച കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വീഴാനുള്ള സാധ്യത ആണെങ്കിൽ അതിന്റെ ഏരിയ കാണണം. എത്രയാണ്? റെക്ടാംഗിളിന്റെ ഏരിയ 4 ബൈ ഇവിടെ 2 പൈ ആണ്. സർക്കിളിന്റെ ഏരിയ 2 പൈ ആണ്. അപ്പൊ ഇത് വെട്ടിക്കളഞ്ഞു. എത്ര കിട്ടി? ഇവിടെ 2. അപ്പൊ ഉത്തരം 2 ബൈ 5. ഇവിടെ പൈയുടെ വാല്യൂ ഇട്ട് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ശരിക്കും എക്സാക്ട് വാല്യൂ എല്ലാം ചോദിച്ചത് ഇത് എത്രയാണ് പ്രോബബിലിറ്റി കാണാനായിട്ട് 2 ബൈ 5. ഇനി അതല്ല പൈയുടെ വില നമുക്ക് എല്ലാവർക്കും അറിയാം 3.14 ആണ്. 2 ബൈ 3.14. പക്ഷെ ഇവിടെ 2 ബൈ 5 നമുക്ക് എഴുതിയാൽ മതി. അപ്പൊ നമ്മള് ഈ കണക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊന്നും കൂടി പറഞ്ഞാൽ നോക്കി. ആദ്യം നമുക്ക് എന്താ പറഞ്ഞിരുന്നത്? സ്ക്വയറിന്റെ ഏരിയ ആണ് കേട്ടോ. ഉള്ളിലത്തെ ഏരിയ ആദ്യം നമ്മൾ കണ്ടു. ABCD കണ്ടു. കിട്ടിയില്ല എല്ലാവർക്കും? അതിന്റെ ഒരു വശം 2 ആണ്. അതുകൊണ്ട് 2ന്റെ സ്ക്വയർ 4 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. പിന്നെ നമ്മൾ കാണേണ്ടത് ഔട്ടർ ഫിഗർ സർക്കിളിന്റെ ഏരിയ ആണ്. ഈ സർക്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എഴുതി വെച്ചില്ല എല്ലാവരും? പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ. അതിന് ആർ കണ്ടുപിടിച്ചു. ഇത് ഡി ആണ് 2√2. അതിനെ ഡിവൈഡഡ് ബൈ 2 ആർ കൊടുത്തു കഴിഞ്ഞാൽ ആർ കിട്ടി അല്ലെ? 2 വെട്ടിപ്പോയപ്പോ ആർ ഇസ് ഈക്വൽ ടു √2 ആണ്. അപ്പൊ പൈ √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2ന്റെ സ്ക്വയർ 2 ആണ്. അപ്പൊ 2 പൈ കിട്ടി. അങ്ങനെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ബീങ് ഇൻ ദ ഗ്രീൻ വണ്ണിൽ വീഴാനുള്ള സാധ്യത 4 ബൈ 2 പൈ, ദാറ്റ് ഈസ് 2 ബൈ പൈ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.